പരപ്പനങ്ങാടി കോട്ടിത്തങ്ങൽസ് റോഡിൽ 6 ദിവസമായി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഭക്ഷണം പോലും കഴിക്കാനാകാതെ ഒരു പ്രദേശത്തിന്റെ തന്നെ വേദനകാഴ്ചയായ തെരുവുനായയുടെ തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാർ നീക്കം ചെയ്തു. നിരവധി തവണ പ്രദേശവാസികൾ നായയെ പിടികൂടി തലയിൽ കുടുങ്ങിയ ബോട്ടിൽ നീക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം കേട്ട നായ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാരായ സലാം അഞ്ചുടി, ഷഫീഖ് ബാബു, ഹാരിസ് പരപ്പനങ്ങാടി, അർഷാദ്, ജാഫർ സാദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരായ ഷിഹാബ് തുമ്പിൽ, നാസർ പി, ബാബു കെ എന്നിവരും ചേർന്ന് നിരവധി ശ്രമങ്ങൾക്കൊടുവിലാണ് നായയെ പിടിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ നീക്കം ചെയ്തത്. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ നരകതുല്യമായിരുന്നു 6 ദിവസം തെരുവ് നായയുടേത്. ഒരു ദയനീയമായ അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഒരു നായയുടെ കഴുത്തിൽ ഒരു ബോട്ടിലിട്ടിട്ട് അത് കുടുങ്ങിയിട്ട് ഒരു 3ാമത്തെ നായയാണ് ഇപ്പോൾ ഇങ്ങനെ പെടുന്നത്. ഇത് നമ്മൾ താന്നൂരുള്ള TDRF ഗ്രൂപ്പ് വളരെ വിജയകരമായി അവർ 2-3 തവണ ഇത് ഇന്നലെയും മെനക്കെട്ടിരുന്നു. ഇന്നും വളരെ ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ആ നായ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഭക്ഷണമൊക്കെ കൊടുത്തു. വളരെ നന്ദിയുണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിനോട്. കാരണം ഞങ്ങൾ പല ഭാഗത്തും എൻ്റെ നമ്പറുകൾ അന്വേഷിക്കുമ്പോൾ പത്തനംതിട്ടയും പല ഭാഗം ലോങ്ങാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത പ്രദേശത്ത് തന്നെ ഇത് യത്നിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് അത് വളരെ ഉപകാരപ്രദമാണ്. ഇവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ ഇനിയും നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.